ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 14. സമാധി ലാഭം. ഗുരുദേവ, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. എൻ്റെ ലജ്ജിച്ച മുഖം എനിക്ക് വേണ്ടി ഏറെ വാചാലമായി സംസാരിച്ചു. നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാം. ദിവസങ്ങളല്ല, ഏതാനും മണിക്കൂറുകളെ ഞങ്ങളെ വേർപ്പെടുത്തിയുള്ളൂ എന്ന മട്ടിൽ അസാധാരണമായി ഒന്നുമില്ലാത്തതുപോലെയായിരുന്നു ശ്രീ യുക്തേശ്വരന്റെ പെരുമാറ്റം. ഗുരുദേവ, ഇവിടുത്തെ എൻ്റെ ചുമതലകൾ വിട്ടിട്ട് പൊടുന്നനെയുള്ള എൻ്റെ തിരോധാനം അങ്ങയെ നിരാശപ്പെടുത്തിയിരിക്കും. അങ്ങ് എന്നോട് ദേഷ്യപ്പെട്ടേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, തീർച്ചയായും ഇല്ല. നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമാകുന്നില്ല. നിന്നെ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഞാൻ ഉപയോഗിക്കുകയില്ല. നിന്റെ യഥാർത്ഥ സന്തോഷത്തിൽ മാത്രമാണ് എനിക്ക് സന്തോഷം. പ്രഭോ, ദൈവീക സ്നേഹത്തെപ്പറ്റി നാം അവ്യക്തമായി കേൾക്കാറുണ്ട്. പക്ഷേ ദൈവദൂതനെ പോലുള്ള അങ്ങയിൽ നിന്ന് ഒരു സ്പഷ്ടമായ ഉദാഹരണം എനിക്ക് ഇന്നു കിട്ടിയിരിക്കുന്നു. തൻ്റെ ബിസിനസ്സിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ ഓടിപ്പോകുന്ന ഒരു മകന് ഈ ലോകത്ത് തൻ്റെ അച്ഛൻ പോലും എളുപ്പം മാപ്പു കൊടുക്കുന്നില്ല. ഞാൻ ഇട്ടെറിഞ്ഞു പോയ ധാരാളം നിറവേറ്റാത്ത കടമകൾ അങ്ങേക്ക് വലിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാമെങ്കിലും അങ്ങ് അല്പം പോലും ഈർഷ്യ കാണിക്കുന്നില്ല. അശ്രുബിന്ദുക്കൾ തിളങ്ങിയിരുന്ന കണ്ണുകളിലേക്ക് ഞങ്ങൾ പരസ്പരം നോക്കി. പരമാനന്ദത്തിൻ്റെ അലമാല എന്നെ പൊതിഞ്ഞു. മഹാപ്രഭു എൻ്റെ ഗുരുവിൻ്റെ രൂപത്തിൽ എൻ്റെ പരിമിതമായ വികാരോത്സുകതകളെ വിശ്വപ്രേമത്തിൻ്റെ വിപുല വിശാലതകളിലേക്ക് വികസിപ്പിക്കുകയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഏതാനും പ്രഭാതങ്ങൾക്കു ശേഷം ഞാൻ ഗുരുദേവന്റെ ഒഴിഞ്ഞ ഇരുപ്പുമുറിയിലേക്കു കയറി ചെന്നു. ധ്യാനിക്കാൻ ഒരുങ്ങി ഞാൻ ഇരുന്നു. പക്ഷേ അനുസരണയില്ലാത്ത ചിന്തകൾ ആ സ്തുത്യർഹമായ നിശ്ചയം പങ്കിട്ടില്ല. അവ വനവേടന്റെ മുന്നിലെ പറവകളെപ്പോലെ അങ്ങുമിങ്ങും ചിതറി. മുകുന്ദ, ശ്രീ യുക്തേശ്വരന്റെ സ്വരം ദൂരെയുള്ള ഒരു ബാൽക്കണിയിൽ നിന്നു കേട്ടു. എൻ്റെ ചിന്തകളെപ്പോലെ ഞാനും എതിർപ്പു കാട്ടി. ഗുരുദേവൻ എന്നെ എപ്പോഴും ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ സ്വയം പിറുപിറുത്തു. ഞാൻ എന്തിനാണ് അദ്ദേഹത്തിന്റെ മുറിയിൽ വന്നതെന്ന് അറിവുള്ളപ്പോൾ അദ്ദേഹം എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. ഞാൻ നിർബന്ധ ബുദ്ധിയോടെ മിണ്ടാതിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ശകാരം നിറഞ്ഞിരുന്നു. പ്രഭോ, ഞാൻ ധ്യാനിക്കുകയാണ്, ഞാൻ പ്രതിഷേധത്തോടെ വിളിച്ചു പറഞ്ഞു. നീ എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ഗുരു വിളിച്ചു പറഞ്ഞു. നിന്റെ മനസ്സ് കൊടുങ്കാറ്റിലെ ഇലകളെ പോലെ ചിതറിപ്പറക്കുമ്പോൾ ഇവിടെ വരൂ, എൻ്റെ അടുത്ത്. പരാജയപ്പെട്ട് കള്ളിപ്പുറത്തായി ഞാൻ ഗുരുദേവന്റെ അടുത്തേക്ക് ദുഃഖത്തോടെ പോയി. പാവം കുട്ടി, നീ ആഗ്രഹിക്കുന്നത് തരാൻ പർവ്വതങ്ങൾക്കു കഴിയില്ല. സാന്ത്വനത്തിന്റെ മട്ടിൽ ഗുരുദേവൻ സ്നേഹത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശാന്തമായ നോട്ടം അഗാധമായിരുന്നു. നിന്റെ ഹൃദയാഭിലാഷം നിറവേറ്റപ്പെടട്ടെ. ശ്രീ യുക്തേശ്വരൻ ഒരിക്കലും കടങ്കഥകളുടെ ഭാഷയിൽ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ അമ്പരന്നു നിന്നു. അദ്ദേഹം എൻ്റെ നെഞ്ചിൽ ഹൃദയത്തിനു മുകളിൽ ലഘുവായി തട്ടി. എൻ്റെ ശരീരം അനങ്ങാത്തവണ്ണം നിലത്ത് ഉറച്ചു. ഏതോ ശക്തമായ കാന്തത്താൽ എന്ന പോലെ എൻ്റെ ശ്വാസകോശങ്ങളിലെ വായു പുറത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ആത്മാവും മനസ്സും അവയുടെ ഭൗതികമായ അടിമത്തം തൽക്ഷണം വെടിഞ്ഞ് എൻ്റെ എല്ലാ സൂക്ഷ്മരന്ധ്രങ്ങളിലൂടെയും തുളച്ചിറങ്ങുന്ന പ്രകാശദ്രവം പോലെ വെളിയിലേക്ക് പ്രവഹിച്ചു. എൻ്റെ ശരീരം മരിച്ചതുപോലെയായി. എങ്കിലും മുമ്പൊരിക്കലും ഞാൻ ഇത്ര പൂർണ്ണമായി ജീവസുറ്റ നിലയിലായിരുന്നില്ല എന്ന് എൻ്റെ തീവ്രമായ ബോധത്തിൽ ഞാൻ അറിഞ്ഞു. എൻ്റെ സ്വത്വബോധം ശരീരത്തിൽ മാത്രം സങ്കുചിതമായി ഒതുങ്ങി നിൽക്കാതെ ചുറ്റുപാടുമുള്ള പരമാണുക്കളെ പോലും ഉൾക്കൊണ്ടു. അകലെയുള്ള തെരുവിലെ ആളുകൾ എൻ്റെ തന്നെ വിദൂര പ്രാന്തങ്ങളിൽ മെല്ലെ നീങ്ങുന്നതായി തോന്നി. ചെടികളുടെയും വൃക്ഷങ്ങളുടെയും വേരുകൾ മണ്ണിന്റെ അരണ്ട സുതാര്യതയിൽ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ ഉള്ളിലെ രസത്തിന്റെ ഒഴുക്ക് ഞാൻ തിരിച്ചറിഞ്ഞു. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മുഴുവനും എൻ്റെ മുന്നിൽ തുറന്നു കിടന്നു. മുന്നിലേക്കുള്ള എൻ്റെ സാധാരണ കാഴ്ച
ഇപ്പോൾ എല്ലാം ഒരേ സമയം ഒന്നിച്ചു കാണാവുന്ന വിസ്തൃതമായ ഒരു ഗോളാകാര ദർശനമായി മാറിയിരിക്കുന്നു. അങ്ങകലെ റായ്ഗഡ് ഇടവഴിയിൽ ആളുകൾ നടക്കുന്നത് എൻ്റെ തലയുടെ പിന്നിൽ കൂടി ഞാൻ കണ്ടു. സാവധാനം നടന്നെടുക്കുന്ന ഒരു വെളുത്ത പശുവിനെയും ഞാൻ ശ്രദ്ധിച്ചു. തുറന്ന ആശ്രമ കവാടത്തിൽ എത്തിയപ്പോൾ അവളെ എൻ്റെ മാംസചക്ഷുക്കൾ കൊണ്ടെന്ന പോലെ ഞാൻ നോക്കി. മുറ്റത്തെ ഇഷ്ടിക മതിലിനു പിന്നിലേക്ക് അവൾ കടന്നുപോയിട്ടും ഞാൻ അവളെ വ്യക്തമായി കണ്ടു. എൻ്റെ വിശാല ദർശനത്തിലെ എല്ലാ വസ്തുക്കളും വേഗത്തിലോടുന്ന ചലച്ചിത്രം പോലെ വിറക്കൊള്ളുകയും സ്പന്ദിക്കുകയും ചെയ്തു. എൻ്റെയും ഗുരുദേവന്റെയും ശരീരം, തൂണുകളുള്ള അങ്കണം, മരസാമഗ്രികൾ, തറ, വൃക്ഷങ്ങൾ, സൂര്യപ്രകാശം ഇവയെല്ലാം ഒരുമിച്ച് ഒരു പ്രകാശസാഗരമായി അലിഞ്ഞു തീരുന്നതുവരെ ഇടയ്ക്കിടെ ശക്തമായി ഇളകിമറിഞ്ഞു. കിണ്ണത്തിലെ വെള്ളത്തിലിട്ട പഞ്ചസാരത്തരികൾ ഇളക്കിക്കഴിയുമ്പോൾ അലിഞ്ഞു ചേരുന്നതുപോലെ ഏകീകരിക്കുന്ന പ്രകാശം രൂപങ്ങളുടെ ആവിർഭാവവുമായി ഇടചേർന്നു വന്നു. ഈ രൂപാന്തരങ്ങൾ സൃഷ്ടിയിലെ കാര്യകാരണ നിയമത്തെ വെളിപ്പെടുത്തി. എൻ്റെ ആത്മാവിൻ്റെ പ്രശാന്തമായ അനന്ത തീരങ്ങളിൽ ഒരു സാഗരം പോലെ ആനന്ദം പൊട്ടിവിടർന്നു. ഈശ്വര ചൈതന്യം അക്ഷയമായ പരമാനന്ദമാണെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരം എണ്ണമറ്റ പ്രകാശകോശജാലങ്ങളും പട്ടണങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ഭൂമി, സൂര്യതാരാജാലങ്ങൾ, വിദൂരവിലോലമായ നക്ഷത്രമണ്ഡലങ്ങൾ, പ്ലവനാത്മകമായ ബ്രഹ്മാണ്ടങ്ങൾ എന്നിവയെ എൻ്റെ ഉള്ളിലെ മഹിമാതിരേകം ആവരണം ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ ദൂരെ കാണപ്പെടുന്ന ഒരു നഗരം പോലെ മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജീവസത്തയുടെ അനന്തതയിൽ ലഘുവായി പ്രകാശിച്ചു വിളങ്ങി. ഏറ്റവും അകലെയുള്ള അരികുകളിൽ ഗോളങ്ങളുടെ വ്യക്തമായി വേർതിരിഞ്ഞ രൂപരേഖകൾക്കപ്പുറം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരം അല്പം മങ്ങിയിരുന്നു. അവിടെ അക്ഷയമായ ഒരു സൗമ്യപ്രഭാപ്രസരം ഞാൻ കണ്ടു. അത് അവാച്യമായി സൂക്ഷ്മമായിരുന്നു. ഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ കുറെ കൂടി സ്ഥൂലമായ പ്രകാശത്താൽ നിർമ്മിതമായിരുന്നു. ഒരു സനാതന സ്രോതസ്സിൽ നിന്ന് ആ ദിവ്യപ്രഭാപ്രസരം പ്രവഹിച്ചു. അത് നക്ഷത്രരാജികളിലേക്ക് പ്രകാശം ചൊരിഞ്ഞ് അവയെ അനിർവചനീയമായ ദിവ്യപരിവേഷങ്ങൾ കൊണ്ട് പുനരാവിഷ്കരിച്ചു. സൃഷ്ടിക്ഷമമായ ആ പ്രകാശധാരകൾ നക്ഷത്ര പംക്തികളായി ഘനീഭവിക്കുകയും പിന്നീട് അഗ്നിജ്വാലകളുടെ സുതാര്യ പാളികളായി വേർതിരിയുകയും ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഞാൻ കണ്ടു. താളാത്മകമായ പ്രത്യാവർത്തിയാൽ പരകോടി ലോകങ്ങൾ സുതാര്യമായ പ്രഭയാർന്നു അഗ്നി ആകാശതലത്തിൽ മാറി. ഈ ഉദാത്ത സ്വർഗത്തിൻ്റെ കേന്ദ്രം എൻ്റെ ഹൃദയത്തിലെ ജ്ഞാനലബ്ധമായ ദർശനത്തിൻ്റെ ഒരു ബിന്ദുവായി ഞാൻ കണ്ടെത്തി. പ്രപഞ്ചഘടനയുടെ ഓരോ ഭാഗത്തേക്കും എൻ്റെ നാഭിയിൽ നിന്ന് ഒരു പ്രകാശദീപ്തി പരന്നു. അനശ്വരതയുടെ പൂന്തേനായ അമൃതം എന്നിലൂടെ രസത്തിൻ്റെ ദ്രവതരളതയോടെ സ്പന്ദിച്ചു. ഈശ്വരന്റെ സൃഷ്ടിപരതയുടെ സ്വരം, പ്രപഞ്ചയന്ത്രത്തിൻ്റെ പ്രവർത്തനരവം ഓംകാരധ്വനിയായി മുഴങ്ങുന്നത് ഞാൻ ശ്രവിച്ചു. പെട്ടെന്ന് എൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് ശ്വാസം തിരിച്ചെത്തി. എൻ്റെ അനന്തമായ വലിപ്പം നഷ്ടപ്പെട്ടതായി അസഹനീയമായ നിരാശയോടെ ഞാൻ മനസ്സിലാക്കി. പരമാത്മാവിനെ അനായാസമായി അധിവസിപ്പിക്കുവാനാവാത്ത അപമാനിതനാക്കുന്ന ശരീരപഞ്ചരത്തിൽ ഞാൻ വീണ്ടും പരിമിതനാക്കപ്പെട്ടു. ഒരു മുടിയനായ പുത്രനെ പോലെ ഞാൻ എൻ്റെ ബ്രഹ്മാണ്ഡഗേഹത്തിൽ നിന്ന് ഒളിച്ചോടി. ഇടുങ്ങിയ പിണ്ഡാണ്ഡത്തിൽ എന്നെ സ്വയം തടവുകാരനാക്കി. എൻ്റെ ഗുരുദേവൻ എൻ്റെ മുന്നിൽ നിശ്ചലനായി നിൽക്കുകയായിരുന്നു. ദീർഘകാലം ഞാൻ തീവ്രാഭിലാഷത്തോടെ നേടിയ സാമാന്യാവസ്ഥയുടെ അനുഭവം എനിക്ക് നൽകി അനുഗ്രഹിച്ചതിന് കൃതജ്ഞതയോടെ അദ്ദേഹത്തിൻ്റെ പുണ്യപാദങ്ങളിൽ നമസ്കരിക്കുന്നതിന് ഞാൻ ഒരുമ്പെട്ടു. അദ്ദേഹം എന്നെ പിടിച്ചു നേരെ നിർത്തി ശാന്തനായി പറഞ്ഞു, നീ ആനന്ദാതിരേകത്തിൽ ഉന്മത്തനായി തീരരുത്. ഈ ലോകത്ത് നിനക്ക് ചെയ്തു തീർക്കാനായി ഇനിയും വളരെയധികം ജോലികൾ ബാക്കിയുണ്ട്. വരൂ, നമുക്ക് ബാൽക്കണിയുടെ തറ തൂക്കാം, എന്നിട്ട് ഗംഗാതീരത്തു കൂടി നടക്കാം. ഒരു ചൂൽ കൊണ്ടുവന്നു. സന്തുലിതമായ ജീവിതത്തിൻ്റെ രഹസ്യം ഗുരുദേവൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ശരീരം അതിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാവ് സൃഷ്ടിശാസ്ത്രത്തിൻ്റെ അഗാധ തലങ്ങളിൽ വ്യാപരിക്കട്ടെ. പിന്നീട് ശ്രീ യുക്തേശ്വരനും ഞാനും നടക്കാൻ പോയപ്പോഴും
ഞാൻ അവർണ്ണനീയമായ ആനന്ദാനുഭൂതിയിൽ നിർലീനനായിരുന്നു. ശുദ്ധപ്രകാശത്തിന്റെ സത്തയായ ആ നദിയുടെ കരയിലെ പാതയിലൂടെ ചലിക്കുന്ന 2 സൂക്ഷ്മ ചിത്രങ്ങളായി ഞങ്ങളുടെ ശരീരങ്ങൾ ഞാൻ കണ്ടു. പ്രപഞ്ചത്തിലെ ഓരോ രൂപത്തെയും ശക്തിയെയും സജീവമായി നിലനിർത്തുന്നത് ഈശ്വര ചൈതന്യമാണെങ്കിലും അദ്ദേഹം സ്പന്ദിക്കുന്ന പ്രാതിഭാസിക ലോകത്തിനപ്പുറം പരമാനന്ദമായ അസൃഷ്ടശൂന്യതയിൽ അതീന്ദ്രിയനും ദൂരസ്ഥനുമാണ്. ഗുരുദേവൻ വിശദീകരിച്ചു. ഈ ലോകത്ത് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ അതുപോലുള്ള ഒരു ദ്വന്ദ്വാസ്തിത്വത്തിൽ വർത്തിക്കുന്നു. അവനവന്റെ ജോലികൾ മനസാക്ഷിയോടെ ചെയ്യുമ്പോഴും അവർ ആന്തരികമായ നിത്യാനന്ദത്തിൽ മുഴുകിക്കഴിയുന്നു. തന്റെ സത്തയുടെ അപരിമിതമായ പരമാനന്ദത്തിൽ നിന്നാണ് ഈശ്വരൻ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വേദനിക്കുന്ന തരത്തിൽ ശരീരം കൊണ്ട് ഞെരുക്കപ്പെട്ടവരാണെങ്കിലും തന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ അവസാനം ഇന്ദ്രിയ താതാത്മ്യങ്ങൾക്കു മേലെ ഉയർന്ന് തന്നോട് വീണ്ടും ഒന്നുചേരുമെന്ന് ഈശ്വരൻ പ്രതീക്ഷിക്കുന്നു. വിശ്വദർശനം സ്ഥിരമായ പല പാഠങ്ങളും എനിക്കു നൽകി. ജഡവസ്തുക്കളുടെ പരുക്കൻ മണ്ണിൽ ചുറ്റി നടക്കുന്ന മാംസത്തിന്റെയും അസ്ഥിയുടെയും ഒരു കൂമ്പാരമാണ് എൻ്റെ ശരീരമെന്ന മിഥ്യാസങ്കല്പത്തിൽ നിന്ന് മോചിതനാകാൻ എൻ്റെ ചിന്തകളെ ദിവസേന നിശ്ചലമാക്കുന്നതിൽ കൂടി എനിക്കു കഴിഞ്ഞു. ഭൂമി, ആകാശം, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ ഇത്യാദി ഭൗതിക രൂപ തരംഗങ്ങളാക്കാൻ പ്രകാശസമുദ്രത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന കൊടുങ്കാറ്റു പോലെയാണ് ശ്വാസവും അസ്വസ്ഥ മനസ്സുമെന്ന് ഞാൻ കണ്ടു. ആ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാതെ ഈശ്വരനെന്ന അനന്തതയെ ഏകപ്രകാശമായി കാണാൻ കഴിയില്ല. സ്വാഭാവികമായ ഈ 2 കോളിളക്കങ്ങളെ ശാന്തമാക്കിയപ്പോഴെല്ലാം കൊടുങ്കാറ്റടങ്ങിയ സമുദ്രത്തിലെ തിരമാലകൾ പ്രശാന്തിയിൽ ഏകത കൈവരിക്കുന്നത് പോലെ സൃഷ്ടിയിലെ അസംഖ്യം അലമാലകൾ ഒരു പ്രകാശസാഗരത്തിൽ അലിഞ്ഞു ചേരുന്നത് ഞാൻ കണ്ടു. ഈ വിശ്വവിശാല ദൃശ്യങ്ങൾ താങ്ങാനാവുന്ന ഒരു പരിധിവരെ തന്റെ മനസ്സിനെ ശിഷ്യൻ ധ്യാനത്താൽ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ ആചാര്യൻ ഈ ദിവ്യാനുഭവം അവന് പ്രദാനം ചെയ്യുന്നു. വെറും ബുദ്ധിപരമായ താല്പര്യമോ തുറന്ന മനസ്ഥിതിയോ മാത്രം പോരാ. സർവവ്യാപിത്വത്തിന്റെ വിമോചകമായ ആഘാതം താങ്ങാൻ ഒരുവനെ തയ്യാറാക്കാനുള്ള കഴിവ് യോഗാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള മതിയായ ബോധവികാസത്തിനും ഭക്തിക്കും മാത്രമേയുള്ളൂ. ആത്മാർത്ഥതയുള്ള സാധകന് സ്വാഭാവികമായ അനിവാര്യതയോടെ ഈ ദിവ്യാനുഭവം ഉണ്ടാകുന്നു. അവന്റെ കലശലായ അഭിവാഞ്ച ഈശ്വരനെ അപ്രതിരോധ്യമായ ശക്തിയോടെ ആകർഷിക്കുന്നു. ആ വികാര തീഷ്ണതയുടെ കാന്തിക ശക്തിയാൽ ഈശ്വരൻ പ്രപഞ്ചദർശനമായി സാധകന്റെ ബോധപരിധിക്കുള്ളിൽ എത്തിച്ചേരുന്നു. സമാധിയുടെ മഹത്വത്തിന്റെ ഒരംശം വെളിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന സമാധി എന്ന കവിത ഞാൻ പിൽക്കാലത്ത് എഴുതി. വെളിച്ചത്തിന്റെയും നിഴലിന്റെയും മൂടുപടം മാറി കഥനത്തിൻ ചുടുനീരാവി ആകെയടങ്ങി ക്ഷണിക സുഖത്തിൻ പുലരികൾ ഒഴുകിയകന്നു മങ്ങിയോരിന്ദ്രിയ മരീചികകൾ പോയി മറഞ്ഞു. പ്രേമവും വെറുപ്പും ആരോഗ്യവും രോഗവും ജനനവും മരണവും ദ്വൈതത്തിൻ തിരശീലയിലെ ഈ വ്യാഴനിഴലുകൾ ഒടുങ്ങി. മായതൻ കൊടുങ്കാറ്റഗാധമാം അന്തർജ്ഞാനത്തിൻ മാന്ത്രിക വടിയാലടങ്ങി വർത്തമാനം ഭൂതഭാവിയിൽ എനിക്കിനി പിന്നെയോ നിത്യസാന്നിധ്യമായി ഞാൻ പൂർണ്ണപ്രവാഹമായി ഞാൻ എങ്ങുമെല്ലാടവും. ഗ്രഹങ്ങൾ, താരങ്ങൾ, താരധൂളികൾ, ഭൂമി, ലോകാവസാനത്തകർച്ചതൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, സൃഷ്ടിതൻ രൂപാധാനമൂശ നിശബ്ദമാമജ്ഞാത കിരണപ്രവാഹമൊരു ഉജ്ജ്വലാണവപ്രളയം. നിശബ്ദമാമജ്ഞാത കിരണപ്രവാഹമൊരു ഉജ്ജ്വലാണവപ്രളയം. പോയ വന്നിരിക്കുന്ന വരാനിരിക്കുന്ന സമസ്ത മാനുഷിക വിചാരമോരോ പുൽക്കൊടിത്തലപ്പും ഞാനും മാനവരാശിയും. പ്രപഞ്ചധൂളിയുടെ ഓരോ കണികയും രോഷമാർത്തി നന്മ തിന്മ മോക്ഷം കാമം
ഞാൻ ഗ്രഹിച്ചുവൻ സ്വന്തം സത്തതൻ മഹാരക്തസാഗരമായി ഞാൻ രൂപാന്തരം ചെയ്തു. ധ്യാനമൂതിയൂതി ജ്വലിപ്പിച്ച പരിദോഷത്തിൻ തീക്കനലെന്റെ നിറകണ്ണുകളെ അന്തമാക്കി പരമാനന്ദത്തിൻ അനശ്വര ജ്വാലയായാളിക്കത്തി എൻ കണ്ണീരിനെ എൻ ശരീരത്തെ എൻ്റെ എല്ലാം അപഹരിച്ചു. നീയാണു ഞാൻ, ഞാൻ തന്നെ നീയും, അറിവും അറിവോനും അറിഞ്ഞതുമൊന്നായി പ്രശാന്തമാം അഖണ്ഡഹർഷം ശാശ്വതമാം നിത്യനൂതന ശാന്തി പ്രതീക്ഷതൻ സങ്കൽപ്പങ്ങൾക്കപ്പുറമാസ്വാദ്യമാം സമാധിസുഖം. ഒരബോധസ്ഥിതിയോ ബോധമിച്ഛാനുസാരം തിരിച്ചെടുക്കാനാവാത്ത മനസ്സിൻ മയക്കുമരുന്നോ അല്ലിത്. എന്റെ ബോധ സാമ്രാജ്യത്തെ നശ്വര ദേഹത്തിനപ്പുറമുള്ളൊരനന്തത തന്നേറ്റം വിദൂരസ്ഥമാം അതിർത്തിയോളം വികസിപ്പിക്കുന്ന സമാധ്യവസ്ഥ. അവിടെ ഞാൻ പ്രപഞ്ചസാഗരം അല്പമാമഹന്ത എന്നിൽ പൊന്തിക്കിടപ്പതു കാൺമൂ ഞാൻ. ചഞ്ചലമായ പരമാണുതൻ മർമ്മരം കേൾപ്പൂ ഞാൻ. ഇരുണ്ട ഭൂമി, മലകൾ, താഴ്വാരങ്ങൾ, ഉരുകിയ ദ്രവരൂപം, ഒഴുകുന്ന കടലുകൾ ബാഷ്പീകൃതമായി നക്ഷത്രവ്യൂഹമായി മാറുന്നു. അവയുടെ മറ വിസ്മയകരമായി നീക്കി ഓങ്കാരമവമേൽ മുഴങ്ങുന്നു. വിശ്വദുന്ദുബിയുടെ അന്ത്യനാദത്തിൽ സ്ഥൂലദീപങ്ങൾ എങ്ങും നിറഞ്ഞ പരമാനന്ദത്തിൻ നിത്യകിരണങ്ങളിൽ മറയും വരെ വിദ്യുത് കണികകൾ തിളക്കി മഹാസാഗരങ്ങൾ വെളിവായിടുന്നു. ആനന്ദത്തിൽ നിന്നു ഞാൻ വന്നു, ആനന്ദത്തിനായി ജീവിപ്പൂ ഞാൻ. വിശുദ്ധാനന്ദത്തിൽ തന്നെ വിലയിക്കുന്നു മനസ്സിന്റെ പാരാവാരമായ ഞാൻ. സൃഷ്ടിയുടെ അലകളെ പാനം ചെയ്വൂ. ഘനം, ദ്രവം, ബാഷ്പം, പ്രകാശമീ നാലുമറകൾ മാറുന്നു. എല്ലാറ്റിലുമുള്ള ഞാൻ ബൃഹത്താമെന്നിൽ പ്രവേശിപ്പൂ. തുള്ളി വിറയ്ക്കുന്നോരൈഹിക സ്മൃതികൾ തന്നിടവിട്ടിടവിട്ടുള്ള ചഞ്ചലമാം നിഴലുകൾ എന്നേക്കുമായി പോയിക്കഴിഞ്ഞു. കീഴിലും മേലിലും മേലേ ഉയരത്തും നിർമ്മലമായൻ ഹൃദയാകാശം. അനന്തതയും ഞാനും ഒന്നായൊരു കിരണമായി. ചിരിയുടെ ഒരു ചെറു കുമിള ഞാനിതാ ഒരാനന്ദസാഗരം തന്നെയായി തീർന്നു. അനുഗ്രഹീതമായ ആ അനുഭവം ഇച്ഛാനുസരണം എങ്ങനെ കൈവരിക്കാമെന്നും അന്തർജ്ഞാനത്തിന്റെ സ്രോതസ്സുകൾ വികസിച്ച മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകരാമെന്നും ശ്രീ യുക്തേശ്വരൻ എന്നെ പഠിപ്പിച്ചു. ആ ആദ്യാനുഭവത്തിനു ശേഷം പല മാസങ്ങളോളം ദിവസേന ഞാൻ ആനന്ദ നിർവൃതിയുടെ ആത്മസംഗമത്തിൽ പ്രവേശിച്ചു. ഉപനിഷത്തുക്കൾ ഈശ്വരൻ രസമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കി. എന്നിരുന്നാലും ഒരു പ്രഭാതത്തിൽ ഒരു പ്രശ്നവുമായി ഞാൻ ഗുരുദേവനെ സമീപിച്ചു. പ്രഭോ, എനിക്ക് ഒരു കാര്യം അറിയണം. ഞാൻ ഈശ്വരനെ എന്നാണ് കണ്ടെത്തുന്നത്? നീ അദ്ദേഹത്തെ കണ്ടെത്തി കഴിഞ്ഞു. ഓ ഇല്ല പ്രഭോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്റെ ഗുരുദേവൻ പുഞ്ചിരിക്കുകയായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അണുനിരുദ്ധമായ ഏതോ ഒരു കോണിൽ ഒരു സിംഹാസനത്തെ അലങ്കരിക്കുന്ന ഒരു വന്ധ്യപുരുഷനെയല്ല നീ പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ദിവ്യസിദ്ധികളുടെ പ്രാപ്തി ഒരാൾ ഈശ്വരനെ കണ്ടെത്തിയതിന്റെ തെളിവാണെന്ന് നീ സങ്കല്പിക്കുന്നതായി ഞാൻ കാണുന്നു. അല്ല, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തി ഒരാൾ നേടിയെടുക്കാം. എന്നിട്ടും ജഗദീശ്വരൻ അപ്രാപ്യനായി അനുഭവപ്പെടാം. ഒരാളുടെ ധ്യാനത്തിലുള്ള ആനന്ദാനുഭൂതിയുടെ ആഴം മാത്രം കൊണ്ടാണ്, അല്ലാതെ ബാഹ്യമായ സിദ്ധികളുടെ പ്രദർശനം വെച്ചുകൊണ്ടല്ല ആത്മീയ പുരോഗതി അളക്കേണ്ടത്. നിത്യനൂതന ആനന്ദമാണ് ഈശ്വരൻ. അദ്ദേഹം അക്ഷയനാണ്. കൊല്ലങ്ങളായി ധ്യാനം തുടരുമ്പോഴും അദ്ദേഹം അനന്തമായ വൈഭവത്തോടെ നമ്മെ കബളിപ്പിക്കും. ഈശ്വരനിലേക്കുള്ള പാത കണ്ടെത്തിയ നിന്നെ പോലുള്ള സാധകർ അദ്ദേഹത്തെ
മറ്റേതെങ്കിലുമായി വച്ചുമാറാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല. മറ്റൊന്നിനും മത്സരിക്കാനാവാത്ത കിടയറ്റ വശ്യത അദ്ദേഹത്തിനുണ്ട്. എത്ര വേഗം നമുക്ക് ലൗകിക സുഖങ്ങൾ മടുക്കുന്നു. ലൗകിക വസ്തുക്കൾക്കു വേണ്ടിയുള്ള ആഗ്രഹം അവസാനമില്ലാത്തതാണ്. മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി സംതൃപ്തനല്ല. അവൻ ഒന്നിനു ശേഷം മറ്റൊരു ലക്ഷ്യത്തെ പിന്തുടരുന്നു. അവൻ തേടുന്ന ആ മറ്റ് ഏതോ ഒന്ന് ഈശ്വരനാണ്. അദ്ദേഹത്തിനു മാത്രമേ ശാശ്വതമായ ആനന്ദം നൽകാൻ കഴിയൂ. ബാഹ്യമായ അഭിലാഷങ്ങൾ നമ്മെ ഉള്ളിലെ സ്വർഗരാജ്യത്തു നിന്ന് ആട്ടിയോടിക്കുന്നു. അവ ആത്മസൗഖ്യത്തിന്റെ കപടവേഷം ധരിച്ച അയഥാർത്ഥ സുഖങ്ങൾ വച്ചു നീട്ടുന്നു. ആ നഷ്ടസ്വർഗം ദിവ്യമായ ധ്യാനത്തിലൂടെ വേഗത്തിൽ വീണ്ടെടുക്കാം. ഈശ്വരൻ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള നിത്യനൂതനതയാകയാൽ നാം ഒരിക്കലും അദ്ദേഹത്തിൽ മടുക്കുന്നില്ല. അനന്തതയിലൂടെ സന്തുഷ്ടികരമായ വൈവിധ്യമാർന്ന പരമാനന്ദത്തിൽ നമുക്ക് മടുപ്പുണ്ടാകുമോ? ദിവ്യന്മാർ അദ്ദേഹത്തെ അമേയനെന്നു വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഗുരുദേവ, ഒരു ചിരസ്ഥായിയായ ജീവിതം പോലും അദ്ദേഹത്തെ വിലയിരുത്താൻ മതിയാവില്ല. അത് ശരിയാണ്. പക്ഷേ അദ്ദേഹം സമീപസ്ഥനും പ്രിയനും കൂടിയാണ്. ക്രിയായോഗത്തിലൂടെ മനസ്സിനെ ഇന്ദ്രിയപരമായ തടസ്സങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാൽ ധ്യാനം ഈശ്വരന്റെ 2 തരത്തിലുള്ള തെളിവുകൾ തരുന്നു. നമ്മുടെ ചേതനയുടെ അണുക്കൾക്ക് പോലും ബോധ്യമാകുന്ന നിത്യനൂതനമായ ആനന്ദാനുഭൂതി അദ്ദേഹത്തിന്റെ അസ്തിത്വത്തിന് തെളിവാണ്. ഏത് ബുദ്ധിമുട്ടിനും പരിഹാരമെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ തൽക്ഷണമായ മാർഗദർശനം ധ്യാനത്തിൽ ഒരാൾക്കുണ്ടാകുന്നു എന്നതാണ് മറ്റേത്. എനിക്ക് മനസ്സിലായി ഗുരുദേവ. അങ്ങ് എന്റെ പ്രശ്നം പരിഹരിച്ചു. ഞാൻ ചാരിതാർത്ഥ്യത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ ഈശ്വരനെ കണ്ടെത്തിയെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്റെ നിത്യജീവിതത്തിലെ പ്രവർത്തനവേളകളിൽ ധ്യാനത്തിന്റെ ആനന്ദം ബോധപൂർവമല്ലാതെ എപ്പോഴൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ചെറിയ വിശദാംശങ്ങളിൽ പോലും ശരിയായ പാതയിലേക്ക് ഞാൻ സൂക്ഷ്മമായി നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈശ്വരേച്ഛയുമായി പൊരുത്തപ്പെടാൻ അറിയുന്നതുവരെ മനുഷ്യജീവിതം ദുരിതപൂരിതമായിരിക്കും. അഹംഭാവത്തിന്റെ ബുദ്ധിപരതയ്ക്ക് ഈശ്വരേച്ഛയുടെ ശരിയായ പാത പലപ്പോഴും കുഴക്കുന്നതായിരിക്കും. ഗുരുദേവൻ പറഞ്ഞു. ഈശ്വരൻ മാത്രം തെറ്റുപറ്റാത്ത ഉപദേശം തരുന്നു. അദ്ദേഹമല്ലാതെ മറ്റാരാണ് പ്രപഞ്ചത്തിന്റെ ഭാരം വഹിക്കുന്നത്?